ഭാഗം 2. നിന്റെ ഡാഡിയും ഞാനും വിവാഹിതരായിട്ട് 20 വർഷമായി. ഞങ്ങൾക്ക് പോലും പരസ്പരം എല്ലാ കാര്യവും അറിയാമെന്ന് അവകാശപ്പെടാനാവില്ല. ഒരു ബന്ധത്തിൽ 8 മാസം ഒന്നുമല്ല. മുഴുവൻ പ്രപഞ്ചവും സൃഷ്ടിക്കാൻ ദൈവം 6 ദിവസമേ എടുത്തിട്ടുള്ളൂ, എവി ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ തണുത്ത നോട്ടങ്ങൾ വിവിധ കോണുകളിൽ നിന്നും തൻ്റെ നേരെ വന്നതോടെ അവൻ മൗനത്തിലേക്ക് പിൻവലിഞ്ഞു. അന്തരീക്ഷത്തിൽ കനക്കുന്ന സംഘർഷം തിരിച്ചറിഞ്ഞ ഡേവിഡ് തൻ്റെ മൂത്ത മകളെ ഉറ്റുനോക്കി ചിന്തയാൽ പുരികം ചുളിച്ച് ഇടപെട്ടു. മോളെ, നിന്റെ അമ്മ പറയാൻ ശ്രമിക്കുന്നതെന്താണെന്ന് വെച്ചാൽ ഡേറ്റിംഗ് ഒരു കാര്യം, കല്യാണം കഴിക്കുകയെന്നാൽ തികച്ചും മറ്റൊന്നുമാണ്. ഡാഡി, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ പ്രേമിച്ച് നടക്കാൻ പോകുകയാണെന്ന്? ഷെനറ്റ് തിരിച്ചു ചോദിച്ചു. ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് എല്ല പറഞ്ഞു. തുറന്നു പറഞ്ഞാൽ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നീ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ്. ഒരു ഗൗരവമുള്ള ബന്ധത്തിലേർപ്പെടാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. ഞാൻ എന്താണിപ്പോൾ വിചാരിക്കുന്നതെന്ന് അമ്മയ്ക്കറിയുമോ? ഷെനറ്റ് പറയാൻ തുടങ്ങി. അവളുടെ സ്വരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം പരുക്കനായിരുന്നു. നിങ്ങളുടെ തന്നെ ഭയങ്ങൾ എന്നിലേക്ക് ആരോപിക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ വളരെ നേരത്തെ വിവാഹിതയായതുകൊണ്ട്, എൻ്റെ പ്രായത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് ഞാനും അതേ തെറ്റ് തന്നെ ചെയ്യുമെന്ന് അർത്ഥമില്ല. മുഖത്തടിയേറ്റ പോലെ എല്ല ലജ്ജ കൊണ്ട് ചുവന്നുപോയി. ഷെനറ്റ് പ്രായമെത്താതെ പിറന്ന പ്രയാസകരമായ ആ ഗർഭകാലം ഉള്ളിൻ്റെ നിന്ന് അവൾക്ക് ഓർമ്മ വന്നു. ഒരു കുഞ്ഞായിരിക്കുന്ന സമയവും വളരുന്ന സമയവും തൻ്റെ മകൾ തൻ്റെ മുഴുവൻ ശക്തിയെയും വറ്റിച്ചു കളയുകയായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് ഗർഭം ധരിക്കാൻ അവൾ 6 വർഷം കാത്തിരുന്നത്. പ്രിയപ്പെട്ട മോളെ, നീ സ്കോട്ടുമായി ബന്ധം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. ഡേവിഡ് മറ്റൊരു തന്ത്രം പ്രയോഗിക്കാനുള്ള നീക്കം തുടങ്ങി. അവൻ നല്ല പയ്യനാണ്, പക്ഷേ ബിരുദം കഴിഞ്ഞാൽ അപ്പോൾ നിനക്കെന്തായിരിക്കും തോന്നുക എന്ന് ആർക്കറിയാം? അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. ഷെനറ്റ് മെല്ലെ തലകുലുക്കി. എന്തോ മനസ്സിലായതുപോലെ പിന്നെ അവൾ ചോദിച്ചു, സ്കോട്ട് ജൂതനല്ലാത്തത് കൊണ്ടാണോ? വിശ്വാസം വരാതെ ഡേവിഡ് കണ്ണു മിഴിച്ചു. അയാൾ എപ്പോഴും കരുതിയിരുന്നത് താൻ സംസ്കാരസമ്പന്നനും തുറന്ന മനസ്സുള്ളവനുമായ ഒരു പിതാവാണെന്നാണ്. മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വീടിനുള്ളിൽ മോശം പരാമർശങ്ങൾ നടത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഷെനറ്റ് പക്ഷേ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അമ്മയുടെ നേരെ തിരിഞ്ഞിട്ട് അവൾ ചോദിച്ചു, എൻ്റെ കണ്ണിൽ നോക്കി പറയാനാകുമോ? സ്കോട്ട് ആരൺ എന്ന പേരായ ഒരു ജൂത പയ്യനായിരുന്നുവെങ്കിൽ അമ്മ ഇപ്പറഞ്ഞ എതിർപ്പുകളൊക്കെ എപ്പോഴും ഉന്നയിക്കുമെന്ന്? പരിഹാസവും ദേഷ്യവും കലർന്നതായിരുന്നു ഷെനറ്റിൻ്റെ സ്വരം. അത് ഇനിയും തൻ്റെ മകളുടെ ഉള്ളിൽ നിന്ന് പതഞ്ഞു പൊങ്ങി വരികയാണെന്നും അവൾക്ക് തോന്നി. എല്ല പറഞ്ഞു, നിനക്കിഷ്ടമായില്ലെങ്കിലും എനിക്ക് നിന്നോട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാതിരിക്കാനാവില്ല. ചെറുപ്പമായിരിക്കുകയും പ്രേമത്തിലായിരിക്കുകയും ചെയ്യുക എന്നത് എത്ര അതിശയകരമാണെന്ന് എനിക്കറിയാം. എന്നെ വിശ്വസിക്കുക, എനിക്കറിയാം. എന്നാൽ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം ചെയ്യുക എന്നത് വലിയൊരു ചൂതുകളിയാണ്. നിന്റെ രക്ഷിതാക്കൾ എന്ന നിലയിൽ നീ ശരിയായ കാര്യം ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ശരി എൻ്റെയും കൂടി ശരിയാകുമോ എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ഷെനറ്റിൻ്റെ ആ ചോദ്യം എല്ലയെ കുഴപ്പത്തിലാക്കി. അവൾ നെടുവീർപ്പോടെ കടുത്ത തലവേദന വന്ന പോലെ നെറ്റിത്തടം തടവി. ഞാൻ അവനെ സ്നേഹിക്കുന്നു അമ്മ. അത് നിങ്ങൾക്കെന്തെങ്കിലും അർത്ഥമാക്കുന്നുണ്ടോ? ആ വാക്ക് നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? അവൻ എൻ്റെ ഹൃദയമിടിപ്പുകൾ അധികരിപ്പിക്കുന്നു. അവനില്ലാതെ ജീവിക്കാൻ എനിക്കാവില്ല. എല്ല അറിയാതെ ചിരിച്ചുപോയി. തൻ്റെ പരിഹാസച്ചിരി എല്ല തന്നെ കേട്ടു. തൻ്റെ മകളുടെ വികാരങ്ങളെ പരിഹസിക്കാൻ അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ തൻ്റെ ചിരി അവൾക്ക് പോലും പരിഹാസമായിട്ടാണ് അനുഭവപ്പെടുന്നത്. മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ കാരണത്താൽ അവൾ അസ്വസ്ഥയായി. മുൻപും ഷെനറ്റുമായി അവൾ കലഹിച്ചിട്ടുണ്ട്, 100 കണക്കിനു പ്രാവശ്യം. എന്നാൽ ഇന്നു മാത്രമാണ് തങ്ങളുടെ കലഹം മറ്റെന്തോ കാര്യത്തിൻ്റെ പേരിലാണെന്ന്, വലിയ മറ്റെന്തോ ഒന്നിൻ്റെ പേരിലാണെന്ന് അവൾക്ക് തോന്നിയത്. അമ്മ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പുച്ഛം നിറയുന്ന ഒരു സ്വരത്തിൽ ഷെനറ്റ് തിരിച്ചടിച്ചു. ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ദിവാസ്വപ്നം കാണുന്നത് നിർത്തിയ യാഥാർത്ഥ്യത്തിലേക്ക് വരാമോ? അതിന് പറ്റുമോ? നീ വല്ലാതെ. എല്ലയുടെ കണ്ണുകൾ ജനാലയ്ക്കു നേരെ തിരിഞ്ഞു. ആ സന്ദർഭത്തിനു ചേർന്ന നാടകീയത നിറഞ്ഞ ഒരു വാക്കിന് പിന്നാലെ പോകുന്ന പോലെ. ഒടുവിൽ അതവൾക്ക് കിട്ടുകയും ചെയ്തു. റൊമാൻറ്റിക് ആകുകയാണ്. റൊമാൻറ്റിക് ആയിരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഷെനറ്റ് ചോദിച്ചു.
യഥാർത്ഥത്തിൽ റൊമാൻറിക് ആയിരിക്കുന്നതിൽ എന്താണ് തെറ്റ്? എല്ലയ്ക്ക് അമ്പരപ്പ് തോന്നി. എന്നു മുതൽക്കാണ് അവൾക്ക് കാൽപ്പനികത അരോചകമായി തോന്നിത്തുടങ്ങിയത്? സ്വന്തം മനസ്സിന്റെ വക്കിൽ വഴുതി വീഴാൻ നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ നിൽക്കുമ്പോഴും അവൾ സംസാരം തുടർന്നു. മോളെ, കാര്യങ്ങൾ മനസ്സിലാക്കൂ. ഏത് നൂറ്റാണ്ടിലാണ് നീ ജീവിക്കുന്നത്? തലയിൽ കയറേണ്ട ഒന്നുണ്ട്. സ്ത്രീകൾ അവർ പ്രണയിക്കുന്ന ആളെ വിവാഹം ചെയ്യാറില്ല. സമ്മർദ്ദം വരുമ്പോൾ അവർ നല്ല പിതാവും വിശ്വസിക്കാവുന്ന ഭർത്താവുമാകാൻ കൊള്ളാവുന്ന ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. പ്രേമം എന്നത് വരികയും വേഗം പോകുകയും ചെയ്യുന്ന മധുരാനുഭൂതി മാത്രമാണ്. സംസാരം നിർത്തി എല്ല തിരിഞ്ഞത് ഭർത്താവിന് നേരെയാണ്. ഡേവിഡ് അവൾക്ക് മുന്നിൽ തന്റെ കൈകൾ ചേർത്തു നിൽക്കുകയായിരുന്നു. വെള്ളത്തിലൂടെ നോക്കുന്ന പോലെ, അവളെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലെന്ന പോലെ നോക്കുകയായിരുന്നു അയാൾ. എനിക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന്, ഷെനറ്റ് പറഞ്ഞു. എന്റെ യൗവനത്തോടും എന്റെ ആഹ്ലാദങ്ങളോടും നിങ്ങൾക്ക് അസൂയയാണ്. നിങ്ങളെപ്പോലെ അതൃപ്തയായ വീട്ടമ്മയാക്കി എന്നെ മാറ്റാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അമ്മ, ഞാൻ നിങ്ങളാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അടിവയറിനടിത്തട്ടിൽ ഒരു ഭീമൻ പാറക്കെട്ട് ഇരിക്കുന്നത് പോലെ, മുങ്ങിത്താഴാൻ പോകുന്ന പോലെ വിചിത്രമായൊരു വികാരം എല്ലയ്ക്കുണ്ടായി. താൻ അതൃപ്തയായൊരു വീട്ടമ്മയായിരുന്നുവോ? പരാജയപ്പെട്ട ദാമ്പത്യത്തിനകം അടിഞ്ഞുകൂടിയ അമ്മ. ഇങ്ങനെയായിരുന്നുവോ തന്നെ തന്റെ മക്കൾ കണ്ടത്? തന്റെ ഭർത്താവും കൂട്ടുകാരും അയൽവാസികളും എങ്ങനെയായിരുന്നു തന്നെ കണ്ടത്? പൊടുന്നനെ തനിക്കു ചുറ്റുമുള്ള എല്ലാവരും രഹസ്യമായി തന്നോട് സഹതപിച്ചുവെന്ന തോന്നൽ എല്ലയ്ക്കുണ്ടായി. ആ സന്ദേഹം വളരെ വേദനാജനകമായിരുന്നു. അവളിൽ നിന്ന് നെടുവീർപ്പുയർന്നു. നീ അമ്മയോട് മാപ്പ് പറയണം, ഡേവിഡ് ഷെനറ്റിനു നേരെ തിരിഞ്ഞു പറഞ്ഞു. അയാളുടെ നെറ്റിത്തടം ചുളിഞ്ഞിരുന്നു. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ക്ഷമാപണം പ്രതീക്ഷിക്കുന്നില്ല, എല്ല നൈരാശ്യത്തോടെ പറഞ്ഞു. അമ്മയുടെ നേർക്ക് പരിഹാസം നിറഞ്ഞ മുഖം കാട്ടി ഷെനറ്റ് കസേര പിന്നോട്ട് വലിച്ചെഴുന്നേറ്റു. നാപ്കിൻ വലിച്ചെറിഞ്ഞു. എന്നിട്ട് അടുക്കളയിൽ നിന്നിറങ്ങിപ്പോയി. ഒരു മിനിറ്റിനു ശേഷം ഒർലിയും എവിയും നിശബ്ദരായി പിന്നാലെ ഇറങ്ങി. അവരുടെ മൂത്ത സഹോദരിയോടുള്ള ഐക്യദാർഢ്യം കാട്ടുന്ന അസാധാരണമായ പ്രവൃത്തിയായോ മുതിർന്നവരുടെ സംഭാഷണങ്ങളിൽ ബോറടിച്ചിട്ടോ ആകാം. ദുർബലമായ ചില ഒഴിവുകഴിവുകൾ പിറുപിറുത്തുകൊണ്ട് തന്റെ കയ്യിലെ അവസാനത്തെ ആന്റാസിഡ് ഗുളികയും മാരകമായി ചവച്ചരച്ച് എസ്തർ ആന്റിയും അടുക്കള വിട്ടു. ഡേവിഡും എല്ലയും മാത്രമായി മേശയ്ക്കു ചുറ്റും. അവർക്കിടയിൽ അന്തരീക്ഷത്തിൽ ശക്തമായ ഒരു വല്ലായ്മ തൂങ്ങിനിന്നു. ഈ ശൂന്യതയെ അഭിമുഖീകരിക്കുന്ന എല്ലയെ വേദനിപ്പിച്ചു. അതാകട്ടെ ഷെനറ്റിനെയോ മറ്റു മക്കളെയോ സംബന്ധിക്കുന്നതോ ആയ എന്തെങ്കിലുമായിരുന്നില്ലെന്നും ഇരുവർക്കും അറിയാമായിരുന്നു. താൻ താഴെ വെച്ചിരുന്ന ഫോർക്കെടുത്ത് അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. അപ്പോൾ നീ സ്നേഹിച്ച പുരുഷനെയല്ല നീ വിവാഹം ചെയ്തതെന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. ഓ പ്ലീസ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെന്തായിരുന്നു നീ ഉദ്ദേശിച്ചത്? ഫോർക്കിനോട് സംസാരിച്ചുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. നാം വിവാഹം കഴിച്ചപ്പോൾ നീ എന്നോട് പ്രേമത്തിലായിരുന്നുവെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ നിങ്ങളുമായി സ്നേഹത്തിലായിരുന്നു. എല്ലയ്ക്ക് പക്ഷേ കൂട്ടിച്ചേർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അക്കാലത്ത്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് നീ എന്നെ സ്നേഹിക്കുന്നത് നിർത്തിയത്? അമ്പരപ്പോടെ എല്ല തന്റെ ഭർത്താവിനു നേരെ നോക്കി. ഒരിക്കലും സ്വന്തം മുഖം കാണാത്ത ഒരാൾ തന്റെ മുഖത്തിനു നേരെ പിടിച്ച കണ്ണാടിയിൽ നോക്കുന്ന പോലെ. താൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് നിർത്തിയോ? ആ ചോദ്യം മുമ്പൊരിക്കലും അവൾ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭർത്താവിനോട് പ്രതികരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചുവെങ്കിലും വേണ്ട വാക്കുകൾ കിട്ടാതെ നിന്നുപോയി. ഉള്ളിന്റെ ഉള്ളിൽ അവൾക്കറിയാമായിരുന്നു, അവരെക്കുറിച്ചായിരിക്കണം അവരിരുവരും ശരിക്കും ആശങ്കപ്പെടേണ്ടിയിരുന്നതെന്ന്, കുട്ടികളെക്കുറിച്ചല്ലെന്ന്. എന്നിട്ട് പകരം ഇരുവരും ചെയ്തതോ അവർ ഏറ്റവും നന്നായി ചെയ്യുന്നത് തന്നെ. ദിവസങ്ങൾ കടന്നുപോകാൻ അനുവദിക്കുകയും പതിവുകൾ ആവർത്തിക്കുകയും അനിവാര്യമായ പതനത്തിലേക്ക് സമയം അതിന്റെ മാർഗം പൂർത്തിയാക്കാൻ വിടുകയും ചെയ്തു. അവൾ കരയാൻ തുടങ്ങി. അവൾ പോലും അറിയാതെ അവളുടെ ഭാഗമായി തീർന്നിരുന്ന നിരന്തരമായ ആ ദുഃഖത്തെ പിടിച്ചുകെട്ടി നിർത്താൻ കഴിയാതെ ഡേവിഡ് തന്റെ ഉത്കണ്ഠാകുലമായ മുഖം തിരിച്ചു. എല്ല കരയുന്നത് അയാൾ വെറുത്തിരുന്നു. അയാൾക്കു മുന്നിൽ കരയാൻ അവളും. ഇരുവർക്കും അറിയാമായിരുന്നു ഇരുവരെയും രക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ഭാഗ്യവശാൽ ഫോൺ ബെല്ലടിച്ചു. ഡേവിഡ് ഫോണെടുത്തു. ഹലോ. യെസ്, ഇവിടെയുണ്ട്. പ്ലീസ് ഹോൾഡ് ഓൺ. എല്ല വേഗം എണീറ്റ് ചെന്ന് സംസാരിച്ചു, നല്ല മൂഡാണെന്ന് കാണിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട്. യെസ്, എല്ലയാണ്.
ഹായ്, ഇത് മിഷേലാണ്. വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം, ഒരു യുവതി അങ്ങേ തലയ്ക്കിൽ മൊഴിഞ്ഞു. ഇന്നലെയാണ് സ്റ്റീവ് എന്നോട് നിങ്ങളെ വിളിച്ചന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഞാനത് മറന്നുപോയി. ആ എഴുത്തുപ്രതിയിൽ ജോലി തുടങ്ങിയിരുന്നോ? ഓ, അപ്പോഴാണ് തൻ്റെ മുന്നിലുള്ള ജോലിയെപ്പറ്റിയല്ല ഓർത്തത്. അറിയപ്പെടാത്ത ഒരു യൂറോപ്യൻ എഴുത്തുകാരൻ്റെ ആദ്യ നോവൽ വായിക്കലായിരുന്നു അവൾക്ക് കിട്ടിയ ആദ്യ ജോലി. വായനയ്ക്കുശേഷം അതേപ്പറ്റി വിശദമായ ഒരു റിപ്പോർട്ടും എഴുതണം. കുഴപ്പമില്ലെന്ന് അദ്ദേഹത്തോട് പറയൂ. ഞാൻ നോവൽ വായിച്ചു തുടങ്ങി. എല്ല നുണ പറഞ്ഞു. മിഷേലിനെപ്പോലെ ഒരു സ്ത്രീയെ നിരാശപ്പെടുത്തുന്ന വിധം മറുപടി നൽകാൻ എല്ല ആഗ്രഹിച്ചില്ല. ഓ, നല്ലത്. എങ്ങനെയുണ്ടത്? എല്ല ഒരു നിമിഷം മൗനിയായി. എന്തു മറുപടി നൽകണമെന്നാലോചിച്ചു. ആ എഴുത്തുപ്രതിയിൽ എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. പ്രശസ്തനായ മിസ്റ്റിക് കവി റൂമിയുടെ ജീവിതം ആധാരമാക്കിയ ഒരു ചരിത്ര നോവലാണ് അതെന്നല്ലാതെ. റൂമി ഇസ്ലാമിക ലോകത്തിലെ ഷേക്സ്പിയർ ആണെന്നും അവൾ മനസ്സിലാക്കിയിരുന്നു. ഓ, അത് വളരെ മിസ്റ്റിക്കൽ. എല്ല ഒരു തമാശ ചിരി വരുത്തി പറഞ്ഞു. മിഷേലാകട്ടെ ശരിയെന്നു മാത്രം പറഞ്ഞു. കാര്യത്തിലേക്ക് കടന്നു. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ഇതുപോലൊരു നോവലിൻ്റെ റിപ്പോർട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ സമയമെടുക്കും. ഫോണിൽ സംസാരിക്കുന്നതിനിടെ മിഷേൽ മറ്റാരോടോ മിണ്ടുന്നതിൻ്റെ വ്യക്തമായ സ്വരങ്ങൾ കേൾക്കാമായിരുന്നു. പലതരം ജോലികൾ ഒരേ സമയം അവൾ ചെയ്യുകയാണെന്ന് എല്ലയ്ക്ക് ഊഹിക്കാമായിരുന്നു. ഇമെയിലുകൾ പരിശോധിക്കുക, എഴുത്തുകാരിലൊരാളുടെ പുസ്തകത്തിൻ്റെ റിവ്യൂ നോക്കുക, സാൻഡ്വിച്ചിൽ നിന്ന് ഒരു കടിയെടുക്കുക, നഖം പോളിഷ് ചെയ്യുക. ഇതെല്ലാം ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ തന്നെ. ഒരു മിനിറ്റിനു ശേഷം വീണ്ടും മിഷേൽ. അവിടെയുണ്ടോ? യെസ്, ഞാൻ ഇവിടെയുണ്ട്. നല്ലത്. ശ്രദ്ധിക്കൂ, ഇവിടെ ആകെ വട്ടായി നിൽക്കുകയാണ്. എനിക്ക് തിരക്കുണ്ട്. ഡെഡ്ലൈൻ 3 ആഴ്ചയാണെന്ന കാര്യം മനസ്സിൽ വയ്ക്കുക. എനിക്കറിയാം. നിശ്ചയദാർഢ്യം പ്രകടമാക്കാൻ ശ്രമിച്ചുകൊണ്ട് എല്ല വേഗം പറഞ്ഞു. ഞാൻ ഡെഡ്ലൈൻ തെറ്റിക്കില്ല. ആ എഴുത്തുപ്രതി വിലയിരുത്താൻ തനിക്കു കഴിയുമെന്ന കാര്യത്തിൽ എല്ലയ്ക്ക് ഉറപ്പുണ്ടായിരുന്നില്ലെന്നതാണ് സത്യം. തുടക്കത്തിൽ അവൾക്ക് ഉത്സാഹവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. അറിയപ്പെടാത്ത ഒരു എഴുത്തുകാരൻ്റെ അപ്രകാശിതമായ നോവലിൻ്റെ ആദ്യ വായനക്കാരിയാകുക, അങ്ങനെ അയാളുടെ വിധിയിൽ ചെറുതെങ്കിലും ഒരു പങ്ക് വഹിക്കാനാകുക എന്നത് അവൾക്ക് വലിയ ഹരമുണ്ടാക്കിയിരുന്നു. തൻ്റെ ജീവിതത്തിൽ അപ്രസക്തമായ സൂഫിസം പോലെ ഒരു വിഷയത്തിൽ 13-ാം നൂറ്റാണ്ട് പോലെ വിദൂരമായ ഒരു കാലത്തിൽ തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുമോ എന്നതിൽ അവൾക്ക് ഇപ്പോൾ തീരെ ഉറപ്പില്ലായിരുന്നു. അവളിൽ ഒരു ആശങ്കയുള്ളത് മിഷേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ചോദിച്ചു. മറുപടിയൊന്നും കിട്ടാതായപ്പോൾ മിഷേൽ പിന്നെയും നിർബന്ധിച്ചു. എന്തായാലും പറഞ്ഞോളൂ, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. ഒത്തിരി മൗനത്തിനു ശേഷം എല്ല സത്യം പറയാൻ തീരുമാനിച്ചു. ഒരു ചരിത്ര നോവലിൽ ഏകാഗ്രമാകാൻ കഴിയുന്ന മാനസികാവസ്ഥയിലാണോ ഞാൻ ഈ ദിവസങ്ങളിൽ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് റൂമിയിൽ താൽപ്പര്യമുണ്ട്. എന്നാൽ ഈ വിഷയം എനിക്കൊരു പിടിയുമില്ലാത്തതാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക് എനിക്ക് വേറൊരു നോവൽ നൽകാനാകുമോ? അറിയാലോ, എനിക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നത്. അത് ഒഴിഞ്ഞുമാറുന്നൊരു സമീപനമാണ്, മിഷേൽ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുള്ള പുസ്തകത്തിൽ നിങ്ങൾക്ക് നന്നായി ജോലിയെടുക്കാനാകുമെന്നാണോ കരുതുന്നത്? ഒരിക്കലുമില്ല. ഇപ്പോൾ ഈ സ്റ്റേറ്റിൽ ജീവിക്കുന്ന ആളായതിനാൽ മസാച്യുസെറ്റ്സിൽ കഥ നടക്കുന്ന നോവലുകൾ എഡിറ്റ് ചെയ്യാനാവില്ലെന്നാണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എല്ല പറഞ്ഞു. ഇതേ വാചകം ഉച്ചയ്ക്കുശേഷം പല തവണ ഞാൻ ഉച്ചരിച്ചതായും പെട്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇക്കാര്യം തൻ്റെ ഭർത്താവും ശ്രദ്ധിച്ചോ എന്നറിയാൻ അവൾ അയാൾക്കു നേരെ നോട്ടമയച്ചെങ്കിലും ഡേവിഡിൻ്റെ മുഖഭാവം വിശകലനം ചെയ്തെടുക്കാൻ പ്രയാസമായിരുന്നു. മിക്കവാറും സമയം നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത നോവലുകളായിരിക്കും നാം വായിക്കേണ്ടി വരിക. ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ടെഹ്റാനിൽ വേശ്യാലയം നടത്തിയിരുന്നതും പിന്നീട് നാടുവിട്ടതുമായ ഒരു സ്ത്രീയെപ്പറ്റി ഒരു ഇറാനിയൻ വനിത എഴുതിയ പുസ്തകത്തിൻ്റെ ജോലി ഞാൻ ഈ ആഴ്ച പൂർത്തിയാക്കിയതേയുള്ളൂ. ഈ എഴുത്തുപ്രതി ഞാൻ എന്തെങ്കിലും ഇറാനിയൻ ഏജൻസിയെ ഏൽപ്പിക്കാനാണോ പറയേണ്ടിയിരുന്നത്? അല്ല, ഒരിക്കലുമല്ല, എല്ല ഒച്ചയില്ലാതെ പറഞ്ഞു. താൻ ചെറുതായതുപോലെയും നിസ്സാരക്കാരിയായതുപോലെയും അവൾക്ക് തോന്നി. വിദൂരമായ നാടുകളും സംസ്കാരങ്ങളുമായി മനുഷ്യരെ ബന്ധിപ്പിക്കുന്നതെന്നതല്ലേ സാഹിത്യത്തിൻ്റെ ശക്തികളിലൊന്ന്? തീർച്ചയായും. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നേക്കൂ. ഡെഡ്ലൈനു മുമ്പായി നിങ്ങളെ മേശപ്പുറത്തെ റിപ്പോർട്ട് കിട്ടിയിരിക്കും.
ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വിരസതയുള്ള വ്യക്തിയോടെന്ന പോലെ മിഷേൽ തന്നോട് പെരുമാറുന്നതിൽ വെറുത്തും ഇങ്ങനെ സംഭവിക്കാൻ ഇടയാക്കിയതിൽ തന്നെ വെറുത്തും എല്ലാം ഒടുവിൽ വിട്ടുകൊടുത്തു. വണ്ടർഫുൾ, അതാണ് വേണ്ടത്, തൻ്റെ മധുരസ്വരത്തിൽ മിഷേൽ പറഞ്ഞവസാനിപ്പിച്ചു. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഡസൻ കണക്കിന് ആളുകൾ പുറത്തുണ്ടെന്ന കാര്യം ഓർത്തുവെക്കുന്നത് നന്ന്. അതിലേറെ പേരും നിങ്ങളുടെ പകുതി പ്രായമുള്ളവരാണ്. ഇക്കാര്യം നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. ഫോൺ താഴെ വയ്ക്കുമ്പോൾ ശാന്തവും ഗൗരവപൂർണവുമായ മുഖഭാവത്തോടെ ഡേവിഡ് തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ സംസാരിച്ചു നിർത്തിയിടത്തു നിന്നും വീണ്ടും തുടങ്ങാൻ വേണ്ടി അയാൾ കാത്തുനിൽക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ മകളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ തലപുകയ്ക്കാൻ അവൾക്ക് തോന്നിയതേയില്ല. അതായിരുന്നു മുഖ്യമായും അവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നമെങ്കിലും